നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ രാഹുകേതു രാശിമാറ്റ ഫലവും രാശിസ്ഥിതി ഫലവും അവർ ചെയ്യേണ്ട ദോഷപരിഹാരങ്ങളും ഐശ്വര്യത്തിന് ലഭിക്കാനായിട്ട് ചൊല്ലേണ്ട മന്ത്രവും ഒക്കെ പരിചയപ്പെടാം. ആദ്യം നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഇപ്പോഴത്തെ രാഹുകേതു സ്ഥിതി മൂലമുള്ള ഫലങ്ങളെ ഒന്ന് നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. കഠിനമായ ദുഃഖങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുള്ള സാഹചര്യം വരും. ധനപരമായിട്ടും കാലം അത്ര അനുകൂലമല്ല. രോഗവും ആശുപത്രി വാസവും ഒക്കെ ഉണ്ടായേക്കാം. ആകെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിൽ എത്തുന്നതായിട്ട് തോന്നുന്ന കാലമാണ്. ധനനാശം, പങ്കാളിയുമായിട്ടുള്ള പിണക്കവും അകൽച്ച, ശത്രു വർധന, സർക്കാരിൽ നിന്നുള്ള തിരിച്ചടികൾ, അഗ്നി മൂലമുള്ള ദോഷങ്ങൾ എന്നിവ ഫലത്തിൽ വരുന്നതാണ്. കുടുംബത്തെ ഒരാൾക്ക് വിദേശയാത്രയും അതുവഴി മെച്ചവും ഉണ്ടാകുന്നതാണ്. സ്വന്തം കാര്യങ്ങളിൽ തടസ്സം സംഭവിച്ചേക്കാം. കാലിൽ എന്തെങ്കിലും രോഗാദി ക്ലേശങ്ങൾക്കൊക്കെ സാധ്യതയുമുണ്ട്. ധനപരമായിട്ടുള്ള തടസ്സങ്ങൾ നീങ്ങാൻ ലക്ഷ്മി വിനായക മന്ത്രമാണ് എല്ലാ ദിവസവും കാലത്തും സന്ധ്യയ്ക്കും 108 പ്രാവശ്യം ജപിക്കേണ്ടത്. ഇത്തരത്തിൽ ലക്ഷ്മി വിനായക മന്ത്രം ചിങ്ങക്കൂറുകാർ ജപിക്കുന്നതിലൂടെ അത്യുത്തമമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്നതാണ്. മന്ത്രജപത്തെ ചെയ്യുന്നതിന് മുമ്പായിട്ട് ലക്ഷ്മി വിനായക ധ്യാനമാണ് ആദ്യം ഒരു പ്രാവശ്യം ചൊല്ലേണ്ടത്. നമുക്കാദ്യം ലക്ഷ്മി വിനായക ധ്യാനം ഒന്ന് പരിചയപ്പെടാം. ഓം ബിഭ്രാണ ശുഖബീജപൂരക മിലൻ മാണിക്യ കുംഭാങ്കുശാൻ പാശം കൽപ്പലതാം ച ഖഡ്ഗ വിലാസജ്യോതി സുധാനിർധരഃ ശ്യാമേനാത്ത സരോരുഹേണ സഹിതം ദേവീദ്വയം ചാന്തികേ ഗൗരാംഗോ വരദാനഹസ്ത സഹിതോ ലക്ഷ്മി ഗണേശോ അവതാത്. ഇനി നമുക്ക് ലക്ഷ്മി ഗണേശ മന്ത്രത്തെ ഒന്ന് പരിചയപ്പെടാം. ഓം ശ്രീം ഗം സൗമ്യായ ഗണപതേ വരവരദ സർവജനം മേ വശമാനയ സ്വാഹ. രാഹുകേതുക്കളുടെ ഇപ്പോഴത്തെ സ്ഥിതിയും അതിന്റെ ഫലങ്ങളും ഐശ്വര്യത്തിനായി രാഹുകേതു പ്രീതി ചെയ്യേണ്ട കാര്യങ്ങളുമാണ് ഇപ്പോൾ പ്രതിപാദിച്ചു വരുന്നത്. ഇന്ന് നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രം, മുക്കാൽ, അത്തം, ചിത്രയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് വിദേശയാത്രയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീങ്ങുന്നതാണ്. ധാരാളം പണമൊക്കെ ചെലവാകുന്നതാണ്. ജീവിത പങ്കാളിക്ക് രോഗാദി ക്ലേശങ്ങൾ ഉണ്ടാകുന്നതാണ്. അന്യദേശ സഞ്ചാരവും രോഗാദി ക്ലേശങ്ങളും വിഷം, അഗ്നി മുതലായവയിൽ നിന്നുള്ള ദോഷങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. സ്വജന വിരഹം എന്നിവയൊക്കെ ഉണ്ടാകുന്നതാണ്. സഹായം നൽകുന്നതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം. അല്ലെങ്കിൽ വാങ്ങുന്നവർ തന്നെ ശത്രുക്കളാകുന്ന അവസ്ഥ അതിന് സാധ്യതയുണ്ട്. ഇഷ്ടങ്ങൾ അനിയന്ത്രിതമായിട്ടുള്ള രീതിയിലേക്ക് പോകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്ത് പലവിധമായിട്ടുള്ള പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ്. എന്നിരുന്നാലും വിദ്യാഭ്യാസം തടസ്സമില്ലാതെ നീങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. രാഹുകേതുക്കളുടെ സ്തോത്രം ജപിക്കുന്നതാണ് കന്നിക്കൂറുകാർക്ക് ഐശ്വര്യപ്രദം. അപ്രതീക്ഷിതമായിട്ടുള്ള ധനധാന്യ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഇതുമൂലം ലഭിക്കുന്നതാണ്. മറ്റ് ഗ്രഹങ്ങളുടെ ദോഷങ്ങളെ പോലും ഇതിലൂടെ ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. അതിനായിട്ട് കന്നിക്കൂറുകാർ ചൊല്ലേണ്ട മന്ത്രത്തെ നമുക്ക് പരിചയപ്പെടാം. അർദ്ധകായം മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ദനം സിംഹിക ഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം. ഇനി നമുക്ക് കേതുവിന്റെ സ്തോത്രം കൂടി പരിശോധിക്കാം. പലാശ പുഷ്പസങ്കാശം താരകാഗ്രഹമസ്തം രൗദ്രം രൗദ്രാത്മം ഘോരം തം കേതും പ്രണമാമ്യഹം. ഇന്ന് നമുക്ക് തുലാക്കൂറുകാരുടെ ഫലത്തെയാണ് നോക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ രണ്ടാം പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാർക്ക് എല്ലാ കാര്യങ്ങൾക്കും വിജയം ഉണ്ടാകുന്നതാണ്. ശത്രുക്കൾ പരാജിതരാകുന്നതാണ്. കോടതി വ്യവഹാരങ്ങളിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. വസ്തുവകകൾ വാങ്ങാൻ സാധിക്കുന്നതാണ്. എന്നിരുന്നാലും രക്തസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ബ്ലീഡിംഗ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ധനനാശവും അപകട സാധ്യതയും ഒക്കെ ഫലമായി പറയേണ്ടതാണ്. അഭിപ്രായങ്ങളിലൊക്കെ ഭിന്നത വർദ്ധിച്ചേക്കാം. ഭവന നിർമ്മാണവുമായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് അനുകൂല സമയമാണ്. സഹോദരങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ നിരവധിയായിട്ടുള്ള സഹായങ്ങളും തുലാക്കൂറുകാർക്ക് ലഭിക്കുന്നതാണ്. പങ്കാളിയുമായി അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടായേക്കാം. അതായത് തർക്കം എല്ലാ കാര്യത്തിലും ഉടലെടുത്തേക്കാം. അതുകൊണ്ട് തന്നെ അവർ ശ്രദ്ധിക്കേണ്ടതാണ്. കേതുവിന്റെ ശാന്തി മന്ത്രമാണ് ദോഷപരിഹാരത്തിനായി തുലാക്കൂറുകാർ ജപിക്കേണ്ടത്. നമുക്ക് ആ മന്ത്രത്തെ പരിചയപ്പെടാം. പലാശ പുഷ്പസങ്കാശം താരകാഗ്രഹമസ്തം രൗദ്രം രൗദ്രാത്മം ഘോരം തം കേതവേ നമഃ എന്നതാണ് മന്ത്രം. ഈ കേതു സ്തോത്രത്തെ ഒരു പ്രാവശ്യം കാലത്തും വൈകിട്ടും ചൊല്ലിയതിനു ശേഷം ഓം കേതവേ നമ എന്ന മൂലമന്ത്രത്തെ 21, 41, 108 എന്നീ തവണകളിൽ ഏതെങ്കിലും ഒരു പ്രാവശ്യം ചൊല്ലുക. ഇപ്രകാരം 12 ദിവസങ്ങളിൽ തുടർച്ചയായിട്ട് ചൊല്ലുന്നത്
ഐശ്വര്യപ്രദമാണ്. രാഹുകേതുക്കളുടെ പ്രീതിയും അതുവഴി മറ്റ് ഗ്രഹങ്ങളുടെ ദോഷവും എല്ലാവിധത്തിലുമുള്ള ഐശ്വര്യവും ലഭിക്കുന്നതാണ്. അതിൽ ഇന്ന് നമുക്ക് പരിശോധിക്കേണ്ടത് വൃശ്ചികക്കൂറുകാരുടെ ഫലമാണ്. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാർക്ക് പൊതുവെ സുഖക്കുറവ് ഉണ്ടാകുന്നതാണ്, ധനനാശം ഉണ്ടാകുന്നതാണ്, സന്താനങ്ങളെ കൊണ്ടുള്ള ദുഃഖമൊക്കെ ഉണ്ടാകുന്നതാണ്. മാനസികമായി പൊതുവെ പ്രതികൂലമായിട്ടുള്ള കാലം കൂടിയാണ്. സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ്, ശത്രുനാശവും ഉണ്ടാകുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം അനുകൂലമായിട്ട് തീരുന്നതുമാണ്. ചികിത്സാ വിജയം ഉണ്ടാകുന്നതാണ്, രോഗശമനവും ഉണ്ടാകുന്നതാണ്. ജീവിത പങ്കാളിയുടെ രോഗത്തിലൊക്കെ ആശങ്കയുണ്ടാകുമെങ്കിലും പിന്നീട് അത് മാറി പരിഹാരമാകുന്നതുമാണ്. കുടുംബത്തൊക്കെ അസ്വാരസ്യങ്ങൾ ഉടലെടുക്കാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഭാര്യാഭർത്താക്കന്മാർ രണ്ടുപേരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സ്നേഹബന്ധങ്ങളുടെ കാര്യത്തിൽ ഒക്കെ തർക്കമുണ്ടാകുകയോ പിണക്കമുണ്ടാകുകയോ ഒക്കെ ചെയ്യാം. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്, കരുതലെടുക്കേണ്ടതാണ്. രാഹുകേതുക്കളുടെ ദോഷപരിഹാരത്തിനായിട്ട് വൃശ്ചികക്കൂറുകാർ ഇനി പറയുന്ന മന്ത്രത്തെയാണ് ചൊല്ലേണ്ടത്. ഓം നമോ ഭഗവതേ രാമായ രാമചന്ദ്രായ സൗമ്യായ ശ്രീം നാരായണായ സീതായുക്തായ ലക്ഷ്മണ സേവിതായ ശ്രീ സൗഭാഗ്യ രൂപാത്മനെ ഹനുമത് സേവിതായ സത്യായ നമഃ. ഇതോടൊപ്പം തന്നെ രാഹുവിന്റെ മന്ത്രവും ചൊല്ലേണ്ടതാണ്. അർത്ഥകായം മഹാവീര്യം ചന്ദ്രാദിത്യവിമർദ്ദനം സിംഹിക ഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യം. ഈ മന്ത്രത്തെ 41 പ്രാവശ്യം വീതം 41 ദിവസം തുടർച്ചയായിട്ട് വൃശ്ചികക്കൂറുകാർ ജപിക്കുന്നത് വഴി അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭവും ഐശ്വര്യവും ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ രാഹുകേതുക്കളുടെ ദോഷഫലങ്ങളും മറ്റ് ഗ്രഹങ്ങളുടെ ദോഷഫലങ്ങളും ഒക്കെ ഇല്ലാതാകുന്നതാണ്. രാഹുകേതുക്കളുടെ ഇപ്പോൾ ഉള്ള ഓരോ രാശിക്കൂറുകാരുടെയും സ്ഥിതിയും സമ്പൂർണ്ണ ഫലങ്ങളും രാഹുകേതുക്കൾ പ്രസാദിച്ചാൽ അപ്രതീക്ഷിതമായിട്ട് ലഭിക്കുന്ന ധനലാഭവും സന്തോഷവും ഐശ്വര്യവും ഒക്കെ നേടിയെടുക്കുന്നതിനായിട്ട് ഓരോ രാശിക്കൂറുകാരും ചെയ്യേണ്ട കാര്യങ്ങളെയും മന്ത്രജപത്തെയുമാണ് പരിചയപ്പെടുത്തിയത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം. നമസ്കാരം. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ്. ജാതകം, പ്രശ്നം, മുഹൂർത്തം തുടങ്ങി ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് നേരിട്ട് വരാവുന്നതാണ്. അതുകൂടാതെ ഓൺലൈൻ കൺസൾട്ടേഷൻ കൂടി ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ കുട്ടികളുടെ ജാതകം പരിശോധിച്ച് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, തൊഴിൽ എന്നീ കാര്യങ്ങൾ അറിയുന്നതിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതേപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും പൊരുത്തപരിശോധനയ്ക്കുമൊക്കെ ആയിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഗൃഹനിർമ്മാണം തുടങ്ങി നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾക്കൊക്കെ മുഹൂർത്തം കുറിക്കുന്നതിന് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. നേരിട്ടും ഓൺലൈൻ കൺസൾട്ടേഷനും ഉണ്ടാകുന്നതാണ്. ജാതകം എഴുതണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നേരിട്ട് വിളിക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നതാണ്. കമ്പ്യൂട്ടർ ജാതകം തയ്യാറാക്കിയും നൽകുന്നതാണ്. നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളും പ്രശ്നചിന്തയിലൂടെ കാരണം കണ്ടെത്തി പരിഹാരം നിർദ്ദേശിച്ചു തരുന്നതാണ്. കൂടാതെ വാസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈറ്റിൽ വന്നും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ ഓൺലൈനായിട്ടും കൺസൾട്ടേഷൻ ചെയ്യുന്നതാണ്. ഏത് ജ്യോതിഷം, വാസ്തു തുടങ്ങി ഏത് വിഷയങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. ഓൺലൈനായിട്ടും നേരിട്ടും ബന്ധപ്പെടാവുന്നതാണ്. എന്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. നമസ്കാരം.